ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം അത് എന്നെ ശരിക്കും അലട്ടുന്ന ഒന്നാണ്. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇത് വളരെ വ്യക്തിപരമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് അവസാനം വരെ കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഈ വിഷയം ഇത് പണത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും വലുതാണ്. ഇത് നിയന്ത്രണത്തെക്കുറിച്ചാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അത് നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് സാധാരണയിലും അല്പം നീളം കൂടുതലാണ്. പക്ഷേ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ ദയവായി ഇത് കാണണം. കാരണം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കാര്യം ഒരിക്കൽ നിങ്ങൾ കണ്ടാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ലോണുകളെ, ക്രെഡിറ്റ് കാർഡുകളെ, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന ആശയത്തെ നിങ്ങൾ പഴയതുപോലെ നോക്കില്ല. നമുക്ക് തുടങ്ങാം. നമുക്ക് പിന്നോട്ട് പോകാം 4000 വർഷം പുരാതന മെസപ്പൊട്ടോമിയയിലേക്ക്. ലോകത്തിലെ ആദ്യത്തെ നഗരങ്ങൾ, ആദ്യത്തെ എഴുത്ത്, അവിടെയാണ് ആദ്യത്തെ കടങ്ങളും രേഖപ്പെടുത്തിയത്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് കർഷകർ ധനികരായ ഭൂവുടമകളിൽ നിന്നും വിത്തുകൾ കടം വാങ്ങുമായിരുന്നു. വിളവെടുപ്പിന് ശേഷം ആ വിത്തുകൾ അവർ തിരികെ നൽകണം, പലിശ സഹിതം, മിക്കവാറും ധാന്യമായി. എന്നാൽ മഴ പെയ്തില്ലെങ്കിൽ കൃഷി പരാജയപ്പെടും. കൃഷി പരാജയപ്പെട്ടാലും കടം അവിടെ തന്നെ നിൽക്കും. ഒരൊറ്റ മോശം സീസൺ മതിയായിരുന്നു ഒരു കുടുംബത്തിന് എല്ലാം നഷ്ടപ്പെടാൻ. ഭൂമി പിടിച്ചെടുക്കും, അവരുടെ കുട്ടികളെ വേലക്കാരായി കൊണ്ടുപോകും. ഒരു ചെറിയ ലോൺ കാരണം കുടുംബങ്ങൾ മുഴുവൻ അടിമപ്പണിക്ക് നിർബന്ധിതരാകും. കടം ഒരു ലളിതമായ ഉടമ്പടിയിൽ നിന്നും നിയന്ത്രണത്തിനുള്ള ഒരു ഉപകരണമായി മാറിയിരുന്നു. ഭൂവുടമകൾക്ക് പട്ടാളക്കാരുടെ ആവശ്യമില്ലായിരുന്നു, അവരുടെ കയ്യിൽ കരാറുകളുണ്ടായിരുന്നു. പുരാവസ്തു ഗവേഷകർ കളിമൺ ഫലകങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കടം കാരണം വീടും സ്വാതന്ത്ര്യവും സ്വന്തം മക്കളെ പോലും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ രേഖകൾ. അതൊരു വലിയ പ്രതിസന്ധിയായപ്പോൾ ബാബിലോണിയൻ രാജാക്കന്മാർക്ക് കടം എഴുതിത്തള്ളൽ പ്രഖ്യാപിക്കേണ്ടി വന്നു. സമൂഹം ഒരു കലാപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. തുടക്കം മുതൽക്കേ കടം സാമ്പത്തികം മാത്രമായിരുന്നില്ല, അതൊരു മനഃശാസ്ത്രപരമായ അധികാരമായിരുന്നു. സ്വതന്ത്രരായ ആളുകളെ അനുസരണയുള്ള തൊഴിലാളികളാക്കി മാറ്റാനുള്ള ഒരു വഴി, ചങ്ങലകളില്ലാതെ. നമുക്ക് തിരിച്ചു വരാം. മുഖങ്ങൾ മാറി, പക്ഷേ ആയുധം കൂടുതൽ പരിഷ്കൃതമായി. ക്രെഡിറ്റ് കാർഡുകൾ ആധുനിക ലോകത്തിലെ ഏറ്റവും സ്റ്റൈലിഷായ കെണി. അവ പണം കടം തരിക മാത്രമല്ല, അവ നിങ്ങളുടെ തലച്ചോറിനെ റീവയർ ചെയ്യുന്നു. കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ പണം ചിലവാക്കുന്നതായി നമുക്ക് തോന്നില്ല. പഠനങ്ങൾ കാണിക്കുന്നത് കയ്യിൽ കാശ് വെച്ച് ചിലവാക്കുന്നതിനേക്കാൾ 100% വരെ കൂടുതൽ ആളുകൾ കാർഡ് ഉപയോഗിച്ച് ചിലവഴിക്കുന്നു എന്നാണ്. മിനിമം പേയ്മെന്റ് എന്ന തന്ത്രം നിങ്ങളെ വർഷങ്ങളോളം കടത്തിൽ നിർത്തുന്നു. ബാങ്കുകൾക്ക് 30 മുതൽ 40% വാർഷിക പലിശ ഉണ്ടാക്കും. ഇപ്പോൾ ഈ കെണി എന്നത്തെക്കാളും വേഗത്തിൽ പടരുകയാണ്. ഇൻഫ്ലുവൻസേഴ്സ് വഴി. നിങ്ങളുടെ ഫീഡ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കൂ. ഈ വർഷം വാങ്ങേണ്ട ടോപ്പ് ക്രെഡിറ്റ് കാർഡുകൾ, സൗജന്യ യാത്രാ ഹാക്കുകൾ, ഇതൊക്കെ കാണാൻ നല്ല മോഡേൺ ആണ്. എന്നാൽ ഇതിൽ പല പോസ്റ്റുകളും സ്പോൺസേർഡ് ക്യാമ്പയിനുകളാണ്. അവർ അതിൻ്റെ നല്ല വശങ്ങൾ കാണിക്കും, ക്യാഷ് ബാക്ക്, റിവാർഡ്സ്, എയർപോർട്ട് ലോഞ്ച്. പക്ഷേ അവർ അതിലെ ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയ കാര്യങ്ങൾ ഒരിക്കലും പറയില്ല. ഒരൊറ്റ പേയ്മെന്റ് വൈകിയാൽ നിങ്ങളുടെ റിവാർഡ്സ് പോയിന്റ് എല്ലാം പോകും. നിങ്ങളുടെ തെറ്റുകളിൽ നിന്നാണ് ബാങ്കുകൾ ലാഭം കൊയ്യുന്നത്. ആഗോളതലത്തിൽ 60%-ലധികം ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കളും എല്ലാ മാസവും മുഴുവൻ തുകയും അടയ്ക്കാതെ കടം ബാക്കി വെക്കുന്നവരാണ്. അവർ സിസ്റ്റത്തെ മുതലെടുക്കുകയല്ല, സിസ്റ്റത്തിന്റെ ലാഭം ഉണ്ടാക്കുന്ന മോഡൽ അവരാണ്. നിങ്ങൾ കടത്തിൽ മുങ്ങുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ സ്പോൺസർഷിപ്പ് ചെക്ക് വാങ്ങുന്നു. നിങ്ങളുടെ കടമാണ് അവരുടെ കണ്ടന്റിന്റെ പണം. സ്കൂളുകളിൽ നിങ്ങളെ പഠിപ്പിക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ സമ്പദ് വ്യവസ്ഥ മുഴുവൻ ഓടുന്നത് കടത്തിലാണ്. സർക്കാരുകൾ അവസാനമില്ലാതെ കടം വാങ്ങുന്നു. ബാങ്കുകൾ ലോൺ നൽകുന്നതിലൂടെ ശൂന്യതയിൽ നിന്നും പണം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ കടം ഈ സിസ്റ്റത്തെ സഹായിക്കുന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊന്ന് സംഭവിക്കുന്നുണ്ട്. ഹോം ലോൺ ലെവറേജ് ഹൈപ്പ്.
ചില ഇൻഫ്ലുവൻസേഴ്സും വെൽത്ത് ഗുരുക്കന്മാരും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പണക്കാർ സ്വന്തം പണം ഉപയോഗിക്കില്ല, ലെവറേജ് ഉപയോഗിക്കൂ, കൂടുതൽ ലോൺ എടുക്കൂ, കൂടുതൽ പ്രോപ്പർട്ടികൾ വാങ്ങൂ, അങ്ങനെയാണ് സമ്പത്തുണ്ടാക്കുന്നത്. ഇത് കേൾക്കാൻ ഗംഭീരമായി തോന്നും, പക്ഷേ അങ്ങനെയല്ല. തിളങ്ങി നിൽക്കുന്ന ഓരോ റിയൽ എസ്റ്റേറ്റ് വിജയഗാഥയ്ക്ക് പിന്നിലും ഭീമമായ EMIകളും കുതിച്ചുയരുന്ന പലിശ നിരക്കിലും വിൽക്കാൻ കഴിയാത്ത പ്രോപ്പർട്ടികളിലും പെട്ട് തകർന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. 2008 അമേരിക്ക. അവസാനമില്ലാത്ത ഈ ലെവറേജ് ഹൈപ്പ് കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. 90കളിൽ ജപ്പാൻ, 2012 സ്പെയിൻ. ഇതേ ഹൈപ്പ്, ഇതേ തകർച്ച. ഇപ്പോൾ ഈ കഥ പുതിയ രൂപത്തിൽ ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വരുന്നു. ബാങ്കുകളേക്കാൾ നന്നായി ഇതിലെ റിസ്ക് മനസ്സിലാക്കുന്ന ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് ലെവറേജ് ഉപയോഗപ്രദമായേക്കാം. മറ്റുള്ളവർക്കെല്ലാം സാമ്പത്തിക ഉപദേശമായി വേഷം മാറിയെത്തുന്ന ഒരു സ്ലോ പോയിസൺ കെണിയാണിത്. സത്യം ഇതാണ്, നിങ്ങളെ ചങ്ങലക്കിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയം ആ ചങ്ങല ഇട്ട് കഴിഞ്ഞു. അറിവില്ലായ്മ കൊണ്ടും ഇമോഷൻസ് കൊണ്ടും. യഥാർത്ഥ സ്വാതന്ത്ര്യം വരുന്നത് കൂടുതൽ സമ്പാദിക്കുന്നതിലൂടെയല്ല, അത് ഈ കളിയുടെ നിയമങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ്. കടം ഒരു ഉപകരണമാണ്. ശരിയായ കൈകൾ അത് സാമ്രാജ്യങ്ങൾ പണിയുന്നു. സമ്പന്നർ കടം ഉപയോഗിക്കുന്നത് തന്ത്രപരമായാണ്. ആസ്തികൾ ഉണ്ടാക്കാൻ, ബിസിനസ്സിന്, ടാക്സ് കുറയ്ക്കാൻ. പാവപ്പെട്ടവർ അത് ഉപയോഗിക്കുന്നത് വികാരപരമായാണ്. ആഡംബര ജീവിതത്തിന്, അതിജീവനത്തിന്. ക്രെഡിറ്റ് കാർഡുകളും ലോണുകളും ഒരു കത്തി പോലെയാണ്. വൈദഗ്ധ്യമുള്ള കൈകൾ അതൊരു ഉപകരണമാണ്. അശ്രദ്ധമായ കൈകൾ അത് നിങ്ങളെ പതുക്കെ രക്തം വാർത്ത് കൊല്ലും. ഈ സിസ്റ്റം ഒരിക്കലും നിങ്ങളെ ഇത് പഠിപ്പിക്കില്ല. നിങ്ങൾ സ്വയം പഠിക്കണം. കാരണം എപ്പോഴാണോ നിങ്ങൾ ഈ കളി മനസ്സിലാക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഒരു ഉൽപ്പന്നമല്ലാതെയാകുന്നു.